കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഓപ്പറേറ്റിംഗ് ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് 8 മാസം. 2012 ഡിസംബറിന് ശേഷം ₹1 പോലും ശമ്പളമായി ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു. വാട്ടർ അതോറിറ്റി താൽക്കാലിക ജീവനക്കാരനാണ്. ഞങ്ങൾക്കിപ്പം 2013 ശമ്പള കുടിശ്ശിക 1 മാസത്തെ പോലും ശമ്പളം 2013 കിട്ടിയിട്ടില്ല. ഈ 7 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അതിന് പുറകിലുള്ള ശമ്പളമാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരായ ഇവർക്ക് ശമ്പളമല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളുമില്ല. തങ്ങളെ സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഇവർ പറയുന്നു. 8 മണിക്കൂർ ഡ്യൂട്ടിയുള്ളതിനാൽ മറ്റു ജോലികൾക്കും പോകാനാവുന്നില്ല. പിന്നെ ഒരു കാര്യം, ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് താമസിക്കുന്നവരാണ്. ഞങ്ങളിപ്പം ഈ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ജോലിക്ക് പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പം ഇത് സർക്കാർ സർക്കാർ നമ്മുടെ ഉദ്യോഗസ്ഥർ ഇതിൻ്റേതായിട്ടുള്ളൊരു നടപടി എടുത്ത് ഞങ്ങൾക്ക് ആ ശമ്പളം പെൻഡിങ്ങിലുള്ളത് ഒരു 2 മാസത്തെയോ 3 മാസത്തെയോ വെച്ച് തന്ന് ഈ കുടിശ്ശിക തീർത്ത് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നായിരിക്കും. സർക്കാർ മാറുമ്പോൾ സ്ഥലം മാറ്റുകയും പിരിച്ചുവിടുകയും ചെയ്യുന്നതായും ഇവർ ആക്ഷേപമുയർത്തുന്നു. കഴിഞ്ഞ LDF ഭരണകാലത്ത് 3 മാസത്തിൽ കൂടുതൽ കുടിശ്ശിക വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ തങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയില്ലെന്ന് ഇവർ പറയുന്നു. LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് 3 മാസത്തെ കുടിശ്ശിക പെൻഡിങ് വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം കൊടുത്തുകൊണ്ട് നിലവിൽ വന്നിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ട് ഇപ്പം മൊത്തത്തിൽ 7 മാസത്തെ കുടിശ്ശിക പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ബാക്കി ശമ്പളം തരുന്നത്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2 മാസത്തെയെങ്കിലും ശമ്പളം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇവർ.